വർഷം തികയുമ്പോഴും എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്: നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് എറണാകുളത്ത് സെൻറ്റ് ജോസഫ് കോളേജിലാണ് ഞങ്ങൾ എന്നും കൂടിയിരുന്നത്. കോവിഡ് വന്നപ്പോൾ ഞങ്ങളിപ്പോൾ ഓൺലൈനാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വീണ്ടും വീണ്ടും കിട്ടുമായിരുന്ന ഒരു പ്രവചനമുണ്ട്, സന്ദേശമുണ്ട്. അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വളരാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. ഞങ്ങൾ പലതും ചെയ്യാൻ തുടങ്ങി. മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ താല്പര്യമുള്ളവർ ഒന്നിച്ചു വരുന്ന ഒരു സ്നേഹ സംവാദ വേദി ശരിയാക്കി. അതുകൂടാതെ ഇടയ്ക്കിടെ ആഘോഷങ്ങൾക്കായി ഒന്നിച്ചു വരിക, ഭക്ഷണത്തിനായി ഒന്നിച്ചു വരിക, ഇതൊക്കെ തുടങ്ങി. മിക്കവാറും ഞങ്ങളുടെ പ്രയർ മീറ്റിംഗ് കഴിഞ്ഞാൽ അന്നെല്ലാം പുറത്തു പോവുക, ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇത് ഈശോയുടെ വഴിയാണ് കേട്ടോ, നമ്മുടെ വഴിയൊന്നുമല്ല. ഈശോയുടെ വഴിയെന്ന് പറയുന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നൊരു വഴി മാത്രമായിരുന്നില്ല. ചുറ്റുപാട് നോക്കുന്ന, പുഞ്ചിരിക്കുന്ന, വർത്തമാനം പറയുന്ന ആ പ്രാർത്ഥനാ ചൈതന്യത്തിൽ തന്നെ നമുക്ക് കൈപിടിക്കാൻ നമ്മുടെ ഒരു രീതിയുണ്ടല്ലോ. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, എല്ലാവരും കണ്ണടക്കുക, പ്രാർത്ഥിക്കാൻ പോയാണ്. ഈശ്വര, പ്രാർത്ഥിക്കണമെങ്കിൽ കണ്ണടച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ആ ധ്യാനം മാത്രമേ പ്രാർത്ഥനയുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇംഗ്ലീഷ് പറയില്ലേ, ഇൻകാർണേഷണൽ, വചനം മാംസമാകുന്ന പ്രാർത്ഥനയും ആധ്യാത്മികതയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ കൂട്ടായ്മ പണിയൂ. ക്ലാസ് കൊണ്ട് കൂട്ടായ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറേ നമ്മളോട് പറഞ്ഞു തരുന്നത് കൊണ്ട് കൂട്ടായ്മ ഉണ്ടാകില്ല. കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ആ ചൈതന്യത്തിൽ വചനം കേട്ട്, ഈശോ കാല് കഴുകി കഴിഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഇഫ് യു നോ ദീസ് തിങ്സ് ഡു ദം, നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ചെയ്യുക. കരിസ്മാറ്റിക് നവീകരണത്തിൽ അടുത്ത കാലങ്ങളിലേക്ക് വളർന്നു വരുന്നൊരു രീതി കുറച്ച് അപകടമുണ്ടാക്കുന്നതാണ്. നമ്മൾ ഈ കേട്ട് ഇന്ന് യൂട്യൂബും കൂടി വന്നു കഴിഞ്ഞപ്പോൾ മുഴുവനായി. നമുക്കിങ്ങനെ പ്രസംഗം കേട്ട് ഇങ്ങനെ തലക്ക് പിടിക്കാം. കൂട്ടായ്മയും വേണ്ട, മറ്റുള്ളവരെ ചിരിക്കുകയും വേണ്ട, ബാക്കി ആരെയും കാണണ്ട. ധ്യാനത്തിൽ നിന്ന് ധ്യാനത്തിലേക്ക്, ഇനി അതിന് സമയം കിട്ടിയാൽ വചന പഠനം എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ തുടരുകയാണ്. ആരും വേണ്ട എനിക്ക്, ഞാൻ സ്വർഗത്തിൽ പോയിക്കോളാം. ഇത് കരിസ്മാറ്റിക് നവീകരണമാണോ? അല്ലെങ്കിൽ ഇത് ക്രിസ്തീയതയാണോ? ഇത് ഈ പഠനത്തിൽ മാത്രം ഒതുങ്ങുന്ന, എന്നിട്ട് ഈ പഠനവും വചനവും ബന്ധങ്ങളിലെത്താത്ത, ഒരു കൂട്ടായ്മ പണിയാത്ത, ആ കൂട്ടായ്മയിൽ നിന്ന് പറഞ്ഞയക്കപ്പെടാത്ത ഒരാധ്യാത്മികത, അത് കരിസ്മാറ്റിക് നവീകരണമാണോ? ചിലപ്പോഴെങ്കിലും അടുത്ത കുറച്ച് കാലങ്ങളിലേക്ക് വന്നിരിക്കുന്നൊരു സാധനം എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ വരും. പിന്നെ എന്താ ചെയ്യാനുള്ളത്? ആവേശം, അത്ഭുതങ്ങൾ. എവിടെ അത്ഭുതമുണ്ടെന്ന് കേൾക്കുന്നുവോ, ഞാൻ ചരിത്രം പറയണ്ട, കേരളത്തിൽ നമുക്കറിയാം. ലേറ്റസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ കേട്ടു നമ്മൾ അത്ഭുതമുണ്ടെന്ന്. അങ്ങോട്ട് ഒഴുകുകയാണ് പിന്നെ ജനം മുഴുവൻ. ഇതാണോ കരിസ്മാറ്റിക് നവീകരണം? ഇങ്ങനെയാണോ ആകേണ്ടത്? ധാരാളം വൈദികരുടെ ഇടവകകളുടെ അസ്വസ്ഥത എന്ന് പറയുന്നത് ഈ നല്ല മനുഷ്യര്, ഈ നല്ല മനുഷ്യര് നമ്മൾ പറയുന്നു വചനത്തിൻ്റെ പുറകെയാണ് ഓടുന്നത്. പക്ഷേ വചനത്തിൻ്റെ പുറകെ ഓടാനാണോ, അതല്ലെങ്കിൽ ആ വചനം മാംസം ധരിക്കാനാണോ, അത് ബലം പുറപ്പെടുവിക്കാനാണോ? ഇത് ബലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ഒന്നിരിക്കണം, ഒന്ന് വിചിന്തനം നടത്തണം, സംസാരിക്കണം, ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണം. അവിടെ ആ കൂട്ടായ്മയിൽ നമുക്ക് മനുഷ്യരാകാൻ പറ്റണം. മനുഷ്യർ ചിരിക്കും, വിശേഷം പറയും, ഭക്ഷണം കഴിക്കും, അവിടെ പരസ്പരം ആവശ്യങ്ങൾ അറിയുന്നവരാകും. നമുക്കിന്നും ഒന്നിച്ച് ധ്യാനം കൂടി അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് എല്ലാം ചെയ്ത് വർഷങ്ങൾ വന്നാലും
തൊട്ടടുത്തിരിക്കണവൻ ആരാണെന്ന് അറിയാതെ നമുക്ക് പോകാനായിട്ട് പറ്റും. എത്ര വർഷം അടുത്തിരുന്നാലും അവൻ ആരാണെന്നോ അവൻ എന്താണെന്നോ, അവിടെയാണ് ഇന്ന് അൽഫോൺസ് ഇന്ന് ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും തൊട്ടടുത്തിരിക്കുന്നവനെ നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിലൊന്ന് കാണണമല്ലോ, മുഖത്ത് നോക്കണമല്ലോ, വർത്തമാനം പറയണമല്ലോ. അത് ആധ്യാത്മികതയുടെ മുഖം മൂടി വെച്ചാണ് നമ്മൾ വർത്തമാനം പറയുന്നത് തന്നെയാണെങ്കിൽ ആര് സംസാരിക്കും നമ്മളോട്? എങ്ങനെ സംസാരിക്കും? മനുഷ്യനാകാൻ, അല്ലെങ്കിൽ ഈ വചനം മാംസമാകാൻ, ഈ വചനം പുഞ്ചിരിയാകാൻ, കണ്ണു തുറന്ന് സംസാരിക്കാൻ, എനിക്കതുകൊണ്ട് ലത്തീൻ കുർബാനയുടെ പലതും ഇഷ്ടമാണ്. കണ്ണു തുറന്നാണ് അച്ഛൻ പറയുന്നത്, കർത്താവ് നിങ്ങളോടുകൂടെ, നമുക്കത് ചെയ്യാം, ഇത് ചെയ്യാം. സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്ന കുർബാനയുടെ നല്ലൊരു ഭാഗം വെറും സംഭാഷണമാണ്. ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങൾ പലതരം സെൻറ്റൻസ് ഉണ്ട്. അത്ഭുതത്തിൻ്റെ സെൻറ്റൻസ് ഉണ്ട്, ചോദ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ആരോടെങ്കിലും അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന. അപ്പോൾ പ്രാർത്ഥന ഇതുപോലെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കുന്ന രീതിയും പലപ്പോഴും സഭ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയും വളരെ ഹൃദ്യമായ സംഭാഷണത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ പറയുന്നത് നല്ലൊരു ക്രിസ്തീയ കൂട്ടായ്മ കെട്ടിപ്പടുക്കണമെങ്കിൽ മനുഷ്യരെ അറിയണം, കണ്ണു തുറന്ന് സംഭാഷണം നടത്തുന്ന സുന്ദരമായ പ്രാർത്ഥനാ രീതി നമ്മൾ പഠിക്കണം. ഇതാണ് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നത്. അവിടെ വരദാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി വ്യത്യസ്തമാണ് കേട്ടോ. നമ്മൾ പ്രാരംഭ ധ്യാനത്തിന് വരദാനങ്ങൾ ഉപയോഗിക്കുന്ന, കൗൺസിലിങ്ങിന് വരദാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി, ഇത് രണ്ടും വ്യത്യസ്തമാണ്. മൂന്നാമതൊരു രീതിയാണ് ഒരു സ്നേഹ കൂട്ടായ്മയിൽ വരദാനങ്ങൾ ഉപയോഗിക്കുന്നത്. അത് പ്രവചനമാകട്ടെ, ദർശനമാകട്ടെ, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വരങ്ങളാകട്ടെ, സൗഖ്യത്തിൻ്റെ വരങ്ങളാകട്ടെ, ഒരു കൂട്ടായ്മയിൽ ഉപയോഗിക്കുന്നത് വളരെ വ്യത്യാസമാണ്. നമ്മുടെ ഒരു അപകടമുള്ളത് വരദാനങ്ങൾ എന്നുള്ളത് ധ്യാന സെൻറ്ററിൽ ഒതുങ്ങുന്നു, മാക്സിമം കൗൺസിലിങ്ങിൽ ഒതുങ്ങുന്നു. അത് നല്ല മിനിസ്ട്രി തന്നെ. സൗഖ്യം കിട്ടാനായിട്ട്, സൗഖ്യത്തിലേക്ക് മനുഷ്യർ നയിക്കാനായിട്ട്, ദൈവാനുഭവത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റാനായിട്ട് വരദാനങ്ങൾ കൗൺസിലിങ്ങിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്, അത്യാവശ്യമാണ്, ഭംഗിയാണ്. മറിച്ചൊരു കൂട്ടായ്മയിൽ വരദാനങ്ങൾ ഉപയോഗിക്കുന്നത് ഏറെ വ്യത്യാസമാണ്. പക്ഷെ ആ അനുഭവമുള്ള ആരുണ്ട്? കേരളത്തിൽ എത്ര പേരുണ്ട്? ഇത്രയും വളർന്ന കേരളത്തിൽ ഒരു കൂട്ടായ്മയിൽ വരദാനങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള അവബോധമുള്ള, അതിനുള്ള ഞങ്ങൾക്ക് കിട്ടുമായിരുന്നൊരു ഭാഗ്യം അതാണ്. ഞങ്ങളോട് ഫാദർ ജീനോയാകട്ടെ, ഫാദർ മാർസിലോയാകട്ടെ, അല്ലെങ്കിൽ ഫാദർ ഫിയോയാകട്ടെ, ഈ കൂട്ടായ്മകളിൽ ഒന്നിച്ചിരിക്കാനായിട്ടും അവിടെ ആത്മാവിനെ ശ്രവിക്കാനായിട്ടും അത് ഉപയോഗിക്കാനായിട്ടും അപ്പോൾ നമ്മൾ ഈ വലിയ വെടിക്കെട്ട് സന്ദേശങ്ങളെക്കാളും കൂടുതൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ സഭയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സഭയുടെ എല്ലാ തലങ്ങളിലും. ദേശീയ തലത്തിൽ CBCIയുടെ എന്നുവെച്ചാൽ മെത്രാന്മാരുടെ സമിതിയാണ് CBCIയുടെ ലൈറ്റി കമ്മീഷൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. CBCIയുടെ കേരളത്തിൽ KCBCയുടെയും KRLCCയുടെയും, ഞാൻ ലത്തീൻ സഭാ വിഭാഗത്തിലായതുകൊണ്ട് KRLCCയുടെ എന്നും ഉത്തരവാദിത്തങ്ങൾ, ഓൾ കേരള ഉത്തരവാദിത്വം എനിക്കുണ്ട്. എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ, ലൈറ്റി കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. രൂപതയിൽ വളരെ സജീവമാണ് എന്നും ഞാൻ. രൂപതയിൽ, ഇടവകയിൽ എല്ലാവരും ഒരു സന്തോഷം, ഞാൻ കാറ്റക്കിസം പഠിപ്പിക്കാൻ ചെല്ലുന്നതാണ്. അവർക്കും സന്തോഷമാണ് ഞാൻ ആ കാറ്റക്കിസം ഗ്രൂപ്പ് ഇതിലുള്ളത് കൊണ്ട്. ഈ തലങ്ങളിലെല്ലാം. പക്ഷെ ഇവിടെയെല്ലാം വരദാനങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു അവബോധം എനിക്കുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? വരദാനങ്ങൾ പ്രയർ ഗ്രൂപ്പിൽ ഉപയോഗിക്കുക പരിശീലനമാണ്. പക്ഷെ വരദാനം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പാസ്റ്ററൽ കൗൺസിൽ ഇരിക്കുമ്പോഴാണ്. പാസ്റ്ററൽ കൗൺസിൽ ഒരു ചർച്ച വരുമ്പോഴാണ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കുന്നത് ഇത് പോകേണ്ടത് ഈ വഴിക്കാണ്. ആത്മാവിനോട് സംസാരിക്കും. അവിടെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ പാസ്റ്ററൽ കൗൺസിലോട് കർത്താവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി വട്ടായി പോയോ എഡ്വേർഡ് സാറിന് എന്ന് പറയും.
ഞാൻ പറയുന്നത് ഈ ചർച്ചയിൽ പോയ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനാണ് സിനഡാലിറ്റി എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. ഫ്രാൻസിസ് പാപ്പ പറയുന്നതനുസരിച്ച് ഈ ഒരു ഇപ്പൊ സിനഡാലിറ്റി നമുക്കെല്ലാം സുപരിചിതമായി. എന്താണ് സിനഡാലിറ്റി? സത്യം പറഞ്ഞാൽ കരിസ്മാറ്റിക്കുകാരായ നമുക്കാണ് ഈ സിനഡൽ രീതി ഏറ്റവും എളുപ്പം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ജീസസ് യൂത്ത് വളർന്നെങ്കിൽ അതിന് ഒരു കാരണം ഈ ഒരു സിനഡൽ രീതിയാണ്. 90കളിലാണ് പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് വേർപെടുത്താൻ തീരുമാനം വന്നു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ധാരാളമാണ്. ചാക്കോച്ചൻ എന്നോടൊന്ന് പറഞ്ഞു, ചേട്ടാ, ഇത് ഈ കാണുന്നതല്ല ഈ പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് പോയി സ്കൂളിലാകുന്നത്, ഇത് നമ്മുടെ യുവതലമുറയെ കാര്യമായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ചാക്കോച്ചൻ നിരത്തി. നമ്മൾ ചാക്കോച്ചൻ നമുക്ക് ഒന്നിച്ചു വരാം. ഞങ്ങൾ കുറേ പേര് എമ്മാവൂസിൽ ഒന്നിച്ചു കൂടി. ചാക്കോച്ചൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. സിനഡാലിറ്റി തുടങ്ങുന്നത് പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. പ്രശ്നങ്ങളൊക്കെ അവതരിച്ചു, ഈ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ശാന്തമായി ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കുറേ സമയം പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് പടിപടിയായി പല നിർദ്ദേശങ്ങളും ഉരുത്തിരിഞ്ഞു. ഇതാണ് സിനഡാലിറ്റി. അവിടെ ഈ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ണുകൂട്ടി പറയുമായിരിക്കാം, ചിലപ്പോൾ കണ്ണുകൂട്ടേണ്ട കാര്യമൊന്നുമില്ല. കണ്ണ് തുറന്നുകൊണ്ട് നമുക്ക് സുന്ദരമായി ദൈവാത്മാവിൻ്റെ പ്രേരണകൾ പങ്കുവയ്ക്കാൻ സാധിക്കണം. ഇതാണ് ഞാൻ പറയുന്ന ആത്മാവിൻ്റെ വരങ്ങളുടെ പക്വമായ ഉപയോഗം. ധ്യാനത്തിൽ നമുക്ക് കിട്ടുന്ന ആത്മാവിനുള്ളൊരു പ്രതികരണം അതൊരു പടി മാത്രമാണ്. കൗൺസിലിങ്ങിൽ നമ്മൾ കാണേണ്ടത് ഒരു പടി മാത്രമാണ്. പക്ഷെ നമുക്ക് ഈ സാധാരണ ഭാഷയിൽ എൻ്റെ അയൽപക്കത്ത് കാണുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ധാരാളം പേര് എൻ്റെ അയൽപക്കത്ത് കാണുന്ന ഇയാളെ ഞാൻ പല പ്രാവശ്യം കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം, വരദാനം ഉള്ളിൽ തോന്നിയൊരു കാര്യം. പിറ്റേ ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കൈ കൊടുത്തു, വർത്തമാനം പറഞ്ഞു. ഒരു കാര്യം അയാളോട് ചോദിച്ചു. സുവിശേഷവൽക്കരണം ആരംഭിച്ചു. പടിപടിയായി ആത്മാവ് നയിച്ചു. കരിസ്മാറ്റിക് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുവരെ പറഞ്ഞു തരുന്ന സമർപ്പിക്കുകയാണ്. ഒന്ന്, തുടരുന്ന സ്നേഹ കൂട്ടായ്മകൾ തിരിച്ചു വരണം. തുടരുന്ന ഈ സ്നേഹ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കൂടി സ്തുതിച്ചു പോകലല്ല സ്നേഹ കൂട്ടായ്മ. സ്നേഹ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു ഞങ്ങൾ 50 വർഷമായി തുടരുന്നു. 50 വർഷമൊന്നും ഇല്ലെങ്കിൽ പോലും വേരൂന്നുന്ന, ഇംഗ്ലീഷിൽ എനിക്കിഷ്ടമുള്ളൊരു വാക്ക് ബിലോങ്, ഞാൻ ഭാഗഭാക്കാകുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണം ഞാൻ. പോരാ, ഈ കൂട്ടായ്മ പണിയുന്നവരാകണം നമ്മൾ. ഞങ്ങളോട് പലപ്പോഴും പല രൂപതകളിലെയും ഫാമിലി അപ്പോസ്റ്റലേറ്റുകാർ വന്ന്, അതുപോലെ യൂത്ത് അപ്പോസ്റ്റലേറ്റ് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്കുള്ള ഈ കൂട്ടായ്മകൾ, ചെറു സമൂഹങ്ങൾ ഒന്ന് രൂപതയിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമുക്കറിയാം അത് നമ്മുടെ കുടുംബ യൂണിറ്റ് ആ ഒരു സ്വപ്നത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷെ അത് എന്ത് ഭാരമായി തീരുന്നു, വിരസമായി തീരുന്നു എന്ന് നമുക്കറിയാം. കരിസ്മാറ്റിക് നവീകരണം കൂട്ടായ്മ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ്. ഞാൻ 2 കൊച്ചുദ്ധരണികൾ ഞാൻ എടുക്കുകയാണ്. ഒന്ന്, അൽമായ വിശ്വാസികൾ, ക്രിസ്തി ഫിദേലിസ് ലൈച്ചി. അൽമായ വിശ്വാസികൾ എന്നുള്ള ആ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ചാക്രിക ലേഖനമാണ്. അൽമായ വിശ്വാസികൾ അപ്പസ്തോലിക ലേഖനമാണ്. അതിൽ 32ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന, ഞാൻ ഈ അൽമായ വിശ്വാസികൾ ധാരാളം ഗ്രൂപ്പുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. സുന്ദരമായ, നിങ്ങൾ ആരെങ്കിലും വായിക്കാമെങ്കിൽ ഈ അൽമായ വിശ്വാസികൾ ക്രിസ്തു ഫിദേലിസ് ലൈച്ചി ഒന്ന് വായിക്കണം. 32ാമത്തേൽ പറയുന്നൊരു കാര്യമുണ്ട്. കമ്മ്യൂണിയൻ, കൂട്ടായ്മയും ദൗത്യവും എന്താണ്? ദേ ആർ ഇൻറ്റിമേറ്റ്ലി റിലേറ്റഡ്. കൂട്ടായ്മയും ദൗത്യവും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ സുവിശേഷവൽക്കരണം എന്നിട്ട് പറയുന്നതാണ്, സുവിശേഷവൽക്കരണത്തിൻ്റെ സ്രോതസ് കൂട്ടായ്മയാണ്, സുവിശേഷവൽക്കരണത്തിൻ്റെ ഫലവും കൂട്ടായ്മയാണ്. കേട്ടോ, നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ സുവിശേഷവൽക്കരണം നടക്കണം. അത് കൂട്ടായ്മയിൽ നിന്നാണോ വരുന്നത്? റോമാക്കാരുടെ ലേഖനം നമുക്ക് 9-ാം അധ്യായം 10 വാക്യം നമുക്കറിയാം. അയക്കപ്പെടുന്നില്ലെങ്കിൽ, എവിടെ നിന്നാണ് അയക്കപ്പെടേണ്ടത്? സഭയാണ് അയക്കേണ്ടത്. പക്ഷേ
നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കൂട്ടായ്മയാണ് എന്നെ അയക്കേണ്ടത്. ഞാൻ അധികം വലിച്ചു നീട്ടരുത്. എനിക്ക് ധാരാളം അനുഭവങ്ങൾ അന്നും ഇന്നും ഉള്ളതാണ്. ഈ വരുന്ന ഒരാളെ, അയാളെ കർത്താവ് വിളിക്കുന്നത് അയാൾക്ക് പറയാനൊരു വേദി വേണം. അവിടെ നമ്മൾ ഇന്ന് കാണുന്ന അസ്വസ്ഥതകളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനൊരു വേദി വേണം. അത് പ്രാർത്ഥിക്കാനൊരു വേദി വേണം. അതിൽ നിന്നാണ് അയക്കപ്പെടുന്നത്. അപ്പോൾ സുവിശേഷവൽക്കരണത്തിൻ്റെ സ്രോതസ് കൂട്ടായ്മയാണ്. 2, ഈ സുവിശേഷവൽക്കരണം പറഞ്ഞാൽ എന്താ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു കൂട്ടായ്മ. ഈശോ വന്നത് യോഹന്നാൻ 13:35 സുപരിചിതമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു. യോഹന്നാൻ 13:35. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് ലോകം അറിയട്ടെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് ലോകം അറിയട്ടെ. തെയ്സെ, എനിക്ക് വളരെ അടുപ്പമുള്ള ഫ്രാൻസിലെ തെയ്സെ സമൂഹം, നിങ്ങൾ തെയ്സെ പ്രാർത്ഥനയൊക്കെ കുറച്ച് കണ്ടു കാണുമല്ലോ. 88 മേനാമ്പറമ്പിൽ പിതാവ് എന്നെ തെയ്സയിൽ വിട്ടത്. 88 അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു തെയ്സെ എന്താണെന്ന് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം അറിയണം. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിട്ടത്. ഞങ്ങളിപ്പോഴും പോകുന്നു, വരുന്നു, തുടരുന്നു. പക്ഷേ അവിടെ അന്ന് ബ്രദർ റോജർ ഉണ്ട്, അതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം സ്വിറ്റ്സർലൻഡുകാരനാണ്. ബ്രദർ റോജർ വളരെ പ്രശസ്തനാണ്. രണ്ടാമത്തെ ഇന്ത്യൻ കൗൺസിലിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം കത്തോലിക്കനായിരുന്നില്ല, മരിച്ചപ്പോഴും കത്തോലിക്കനായിട്ട് ഇതായില്ല. പക്ഷേ കത്തോലിക്ക സഭ എന്നും വിലമതിക്കുന്ന ഈ തെയ്സെ സമൂഹം, ബ്രദർ റോജറുമായിട്ട് ഞാൻ 2 മാസം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് തെയ്സയിൽ. അത് തീർച്ചയായിട്ടും ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ഞാൻ അടുത്തും തെയ്സയിൽ പോയിരുന്നു. ഞാനും ഭാര്യയും കൂടെ തെയ്സയിൽ പോയിരുന്നു, അടുത്തും പോയിരുന്നു ഫ്രാൻസിൽ. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴിമാടം അവിടെയുണ്ട്. വെറും മണ്ണുള്ള നമ്മളാണെങ്കിൽ ഈ ഒരു കുഴിമാടം എന്ത് ആഘോഷമാക്കിയേനെ. ലളിതമായൊരു കുഴിമാടം, അവിടെ ഒരു കല്ലറ പോലും പണിതിട്ടില്ല. പിന്നെ അവിടെ ചെറിയൊരു മരക്കുരിശില്ല കൊണ്ട് നമുക്കറിയാം അത് ബ്രദർ റോജറിൻ്റെ കുഴിമാടമാണെന്നുള്ളത്. ഈ ബ്രദർ റോജർ പറയുമായിരുന്നു, അമ്മുമ്മ പറയുമായിരുന്നു ഒരു കാര്യം, ലോകം ക്രിസ്തുവിനെ സ്വീകരിക്കാത്തതിൻ്റെ പ്രധാന കാരണം ക്രിസ്ത്യാനികൾ തമ്മിലുള്ള സംഘർഷവും ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള വിഭജനവുമാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ബ്രദർ റോജർ അതുകൊണ്ട് തന്നെ അവരുടെ കാരിസമായിട്ട് സ്വീകരിച്ചത് അനുരഞ്ജനമാണ്. അനുരഞ്ജനം മാത്രമാണ്, അധികം പ്രസംഗമില്ല. ഇനി ഞാൻ ആദ്യം ചെല്ലുമ്പോഴേ, ഞാൻ 88 ജൂൺ മാസത്തിലാണ് അവിടെ ചെല്ലുന്നത്. ആയിരക്കണക്കിന് യുവജനങ്ങളാണ് യൂറോപ്പിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ വരുന്നത്. അവർക്ക് ലളിതമായൊരു പ്രാർത്ഥനയുണ്ട്. കൂടാതെ അവർ വചന പഠനത്തിനായി വരും. ഒരു വചന പ്രസംഗവുമില്ല. അവർ ഒരു വചനം അവതരിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരോടൊന്ന് സംസാരിക്കാൻ പറയും. ലളിതമായി ചെറുപ്പക്കാർ അവരുടെ പ്രചോദനങ്ങൾ സംസാരിക്കും. അപ്പം ഞാനിവിടെ നിന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആവേശത്തിലല്ലേ ഞാൻ അവിടെ ചെല്ലുന്നത്. ഇത്രയും യുവജനങ്ങൾ കിട്ടിയിട്ട് മാനസാന്തരപ്പെടുത്താനുള്ള എന്തൊരു അവസരമാണ്. ആരെയും മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കാതെ അവരിലുള്ള ദൈവാത്മാവിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് അവരോടൊന്ന് സംസാരിക്കാൻ പറയുക. തെയ്സ ചെയ്യുന്ന അതാണ്. പക്ഷെ ചെറുപ്പക്കാരുടെ ജീവിതത്തിലെ മാറ്റം അത് ചിലപ്പോൾ ഇപ്പോഴും തെയ്സ 1940 അവർ ശക്തമായി തുടങ്ങിയത്, 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പ്. തെയ്സ ഇന്നും എത്രയോ വർഷങ്ങളായി ഇന്നും ശക്തമായൊരു മുന്നേറ്റമാകുന്നു. എന്തുകൊണ്ട്? അവിടെ നമ്മൾ സ്നേഹത്തിൽ വളരണമെങ്കിൽ എല്ലാവരും സംസാരിക്കണം. നമ്മൾ സ്നേഹത്തിൽ വളരണമെങ്കിൽ വലിയ ആളുകൾ ഗ്രൂപ്പിലുണ്ടാകാൻ പാടില്ല. അത് പ്രധാനപ്പെട്ടതാണ്. വലിയ ആളുകളൊന്നും ഗ്രൂപ്പിലുണ്ടാകാൻ പാടില്ല. എല്ലാവരും താഴെ ഇരിക്കാൻ പറ്റണം. എളിമ, ആ വാക്ക് പറയാനായിട്ട് എളുപ്പമാണ്. എളിമ എന്ന് പറയുന്നത് ചുമ്മാ തമാശ പറയാനായിട്ട് ഞാൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ഇങ്ങനെ കൈയും കൂട്ടി നടക്കാതിരിക്കുക, അതാണ് എളിമ. വെറുതെ സാധാരണ വർത്തമാനം പറയുകയെന്നേ, സാധാരണ വിശേഷം പറയുക, അതാണ് എളിമ. അപ്പോൾ ഈ അടുത്തിരിക്കുന്നതിന് വർത്തമാനം, ഇയാൾ കരിസ്മാറ്റിക് ആണെങ്കിലുണ്ടല്ലോ അവർ മിണ്ടില്ല. എങ്ങനെ മിണ്ടാൻ പറ്റും? ഇയാൾ വലിയ വിശുദ്ധനാണെങ്കിൽ നമുക്കൊരു ലളിതമായി കർത്താവ് ചെയ്തതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ, അവൻ
പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് വിശേഷം പറഞ്ഞ് കൂടെ ഇരുന്ന് ചുമ്മാ നടന്നുപോയി. സുഖപ്പെടുത്തി കഴിഞ്ഞിട്ടുമേ ആ സുഖപ്പെട്ടതിന് മുടന്തനായിരുന്നു. അയാൾക്ക് അറിഞ്ഞൂടി ഈ മനുഷ്യൻ എവിടെ, അയാൾ ആരാണെന്ന് പോലും പിടുത്തമില്ല. നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര പരിപാടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ഒരു സാധാരണ മനുഷ്യനായിട്ട് അവരുടെ കൂടെ ഇടപഴകി. കൂട്ടായ്മ പണിയണമെങ്കിൽ വലിയ ആളുകൾ ഉണ്ടാകരുത്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ സാധാരണ ഇവിടെ കൂടുതലിരിക്കുന്ന അൽമായരാണ്. ഒരു വിധത്തിൽ അൽമായരായ നമുക്കാണ് മറ്റാരെക്കാളും കൂടുതൽ ഈ കൂട്ടായ്മ പണിയാനായിട്ടും. അതുപോലെ ഞാൻ ഈ വർഷം ഞാൻ ചിന്തിക്കുന്ന ഒരു വാക്കാണ് ഓർഡിനറിനെസ്, സാധാരണത്വം. കർത്താവിൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് സാധാരണത്വം, ഓർഡിനറിനെസ്. അത് ഞങ്ങളിപ്പോൾ അമേരിക്കയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ പേരും സൈലൻറ്റ് റിട്രീറ്റാണ്, ധ്യാനങ്ങൾ, നിശബ്ദ ധ്യാനങ്ങളാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും 8 ദിവസം നിശബ്ദമായ ധ്യാനത്തിനായി പോകും. ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടാവും. 1 മണിക്കൂർ മാത്രം ഈ ധ്യാനഗുരുവിൻ്റെ കൂടെ ഇരുന്ന് ധ്യാനഗുരുവിനോട് പറയും നമുക്ക് കിട്ടുന്ന. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, നടക്കുന്നു, എഴുതുന്നു. ഇങ്ങനെയാണ് സൈലൻറ്റ് റിട്രീറ്റ്. എൻ്റെ കഴിഞ്ഞ സൈലൻറ്റ് റിട്രീറ്റിൽ ഏറ്റവും ഉയർന്നു വന്നൊരു കാര്യം ഇതായിരുന്നു. കർത്താവ് വിളിക്കുന്നത് ഈ 30 കൊല്ലത്തെ സാധാരണ ജീവിതത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് 3 വർഷത്തെ പൊതുജീവിതം വന്നത്. പൊതുജീവിതം നമുക്ക് വേണം, പക്ഷെ നമ്മളൊരു സാധാരണ ഭാഷ നമ്മൾ ഉപയോഗിക്കണമെന്നേ. വെറും സാധാരണ ഭാഷ, സാധാരണ രീതിയിൽ നമ്മൾ ഇടപഴകണം. ഈ സാധാരണത്വമാണ് ചിലപ്പോഴെങ്കിലും സുവിശേഷവൽക്കരണത്തിൻ്റെ നല്ല അടിത്തറ. ക്രൈസ്തവരായ കത്തോലിക്കരായ നമുക്ക് പലപ്പോഴും ഈ സാധാരണത്വത്തെക്കാളും കൂടുതൽ അതിഭക്തി വർദ്ധിക്കുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ പ്രധാനമായും പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയും ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. പ്രാർത്ഥിക്കുന്നവരാകണം, പക്ഷേ നമ്മൾ ഇൻവേർട്ടഡ് കോമേഴ്സിൽ പ്രാർത്ഥനക്കാരാകരുത്. നമ്മൾ ലളിതമായി ഇടപഴകാനും ഈശോയെ അനുഭവിക്കാനും സംസാരിക്കാനും ഇതേ ഒന്ന് കൂട്ടായ്മ കെട്ടിപ്പടുക്കൂ. പക്ഷെ മറിച്ച് മറ്റ് കാര്യങ്ങളൊന്നും മാറ്റിവെച്ച് കൂട്ടായ്മയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നറിഞ്ഞുകൊണ്ട് കൂടെ ഇരിക്കാൻ പറ്റണം. 2, ഇതിൽ നിന്നാണ് വരദാനങ്ങളുടെ പക്വമായ സൗമ്യമായ പുഞ്ചിരിച്ചുകൊണ്ടുള്ള വരദാനങ്ങളുടെ ഉപയോഗം വരുന്നത്. 2, ഇതാണ് സുവിശേഷവൽക്കരണത്തിലേക്ക് നയിക്കേണ്ടത്. ആയിരിക്കുന്ന ഇടങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജോൺ പോൾ രണ്ടാമൻ പാപ്പായും പറയുന്നു, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരു വീട്ടമ്മ സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും നല്ലൊരു വേദി, അയൽപക്കം, ഇടവക അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ്, ഇവിടെയൊക്കെ നമ്മൾ വർത്തമാനം പറയാൻ സമയം കണ്ടെത്തണം. കർത്താവ് ചെയ്യുന്ന ആളുകളെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. ഇന്നിപ്പോൾ എളുപ്പമല്ല കേട്ടോ സന്ദർശിക്കാൻ പോകാൻ. വിളിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്താലും സന്ദർശിക്കാൻ പോകണം, വീട് കയറി ഇറങ്ങണം. അത് ബൈബിളും പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോകാനല്ല, ഹൃദ്യതയുണ്ടാക്കാൻ, ബന്ധങ്ങളുണ്ടാക്കാൻ. ആ ബന്ധങ്ങൾ തുടരണം കേട്ടോ. അത് തുടർന്നാലാണ് സുവിശേഷവൽക്കരണം നടക്കുന്നത്. മനുഷ്യർ കാത്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ സുവിശേഷവൽക്കരണം ഉണ്ടാകാൻ അത് സാധാരണ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എളിമ. അപ്പോൾ അവിടെ നമ്മൾ ചില രാഷ്ട്രീയത്തിലുണ്ടാകണം. നിങ്ങൾക്കറിയാം, ഞാൻ ഇലക്ഷനിൽ നിന്നതും തോറ്റതുമെല്ലാം 2004 ഞാൻ പാർലമെൻറ്റ് ഇലക്ഷൻ നിന്നത്. ഈ ഇലക്ഷനെ കാണുമ്പോൾ ഞാൻ ഓർക്കും, പലർക്കും അറിഞ്ഞുകൂടാ, ഇവിടെ പലരും പുതിയതാണ്. ഞാൻ പാർട്ടിയിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, എഡിച്ചേട്ടന് ഒരു പണിയില്ലാഞ്ഞിട്ടാണ് ഈ രാഷ്ട്രീയത്തിൽ പോണത്, ഞങ്ങളൊക്കെ ഇത് ഉപേക്ഷിച്ച് വന്നവരാണ്, എഡിച്ചേട്ടന് ഒരു പണിയില്ലേ. നമ്മളെല്ലാവരും ആ ഗ്രാമത്തിലെ ഗ്രാമസഭയിലൊന്ന് പോയിരുന്നെങ്കിൽ അതാണ് സുവിശേഷവൽക്കരണം. നമ്മൾ അവിടെയുള്ള അയൽപക്കത്തുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ആ കാണയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, മറ്റു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഒന്ന് അടുത്തുണ്ടാകാൻ സാധിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ ആ പ്രാദേശിക വാർഡ് എലക്ഷന് ആരെങ്കിലും വന്ന് പറയുമ്പോൾ ഒന്ന് നിൽക്കാൻ കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ധാരാളം നല്ല കരിസ്മാറ്റിക്കുകാർ ഭംഗിയായി നിൽക്കുന്ന എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നേ. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാകുക.
ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് പാർലമെൻറ്റിലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കൈമ്പൊക്കെ ഇങ്ങനെ നിൽക്കണം. റൈജു ആയിരുന്നു എൻ്റെ സെക്രട്ടറി. റൈജു പറഞ്ഞു, എടി ചേട്ടാ, ഒരു ബിഷപ്പിനും കിട്ടാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യരെ ആശീർവദിക്കാനുള്ള അവസരമാണിത്. തട്ടയിലാണല്ലോ 21 ദിവസം എല്ലാ ഗ്രൂപ്പിലും പോകാനും മനുഷ്യരോട് ഇടപഴകാനും മനുഷ്യർ പുറകെയല്ലേ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത്. അവിടെ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചാനലുകളും വരികയല്ലേ. ആ ചാനലിൽ ഇരിക്കുമ്പോഴും അന്ന് അവരും പറയും, സാറ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ആരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന്? എത്രയോ പേര്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ. ഇപ്പോൾ പാർട്ടിയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമല്ലോ. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന സാധ്യതകൾ എന്തോരമാണെന്ന് അറിയാമോ? സുവിശേഷവൽക്കരണം നടക്കേണ്ടത് അവിടെയാണ്.